ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നന്ദൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കാത്ത് നെല്ലിശ്ശേരിയുടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു സച്ചി. നന്ദൻ കാറ് കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം വീട്ടിലേക്ക് കയറി വരുന്നത് നന്ദനെ കാണാൻ തന്നെ കാത്തിരുന്ന സച്ചി നന്ദനെ അവിടെ വെച്ച് തന്നെ വിളിക്കുന്നു. നന്ദേട്ടാ, ഒന്ന് നിൽക്ക്. നന്ദേട്ടനെ കാണാൻ തന്നെ ഞാൻ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അകത്തുള്ള ആരും തന്നെ നമ്മുടെ ഈ സംസാരം കേൾക്കണ്ട എന്ന് കരുതിയാ ഞാൻ ഇവിടെ നന്ദേട്ടനെ കാത്തു നിന്നത്. അത് കേട്ടതും നന്ദൻ ചോദിച്ചു, എന്താ എന്താ സച്ചി എന്ന് ചോദിച്ചപ്പോ നന്ദനോട് സച്ചി പറഞ്ഞു, ഞാൻ എന്തിനാ നന്ദേട്ടനെ കാണണമെന്ന് പറഞ്ഞെന്ന് നന്ദേട്ടൻ അറിയാവല്ലോ. നന്ദേട്ടൻ എന്താ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? നമ്മുടെ സ്നേഹയുടെ കാര്യം സംസാരിക്കാനാണ് ഞാൻ നന്ദേട്ടനെ കാണണമെന്ന് പറഞ്ഞത്. അത് കേട്ടും നന്ദൻ പറഞ്ഞു, അവളുടെ ജീവിതത്തെ കുറിച്ചുള്ള ആശങ്ക കൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. നീ ചോദിക്കാൻ വരുന്നതും എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞതും സച്ചി ചോദിച്ചു, നന്ദേട്ടാ, ഇനിയും നന്ദേട്ടന് അബദ്ധങ്ങൾ കാണിക്കാനാണോ ആഗ്രഹിക്കുന്നത്? അന്ന് ഞാനും അർച്ചനയും ആവുന്നത് സച്ചിയേട്ടനോട് നന്ദേട്ടനോട് പറഞ്ഞതായിരുന്നല്ലോ, ഈ വിവാഹം നടത്താൻ ശ്രമിക്കരുത് എന്ന്. അന്ന് അച്ഛനും നന്ദേട്ടനുമായിരുന്നു ഞങ്ങളോ എതിർത്ത് ഈ വിവാഹം നടത്തിയേ തീരൂ എന്ന നിർബന്ധം. എന്നാൽ അവസാനം സംഭവിച്ചത് എന്താണ്? അന്നത്തെ ആ വാശിയുടെ ഫലമാണ് ഇപ്പോൾ സ്നേഹയും നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നന്ദേട്ടൻ ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ആ ധനുഷ് എന്ന് പറയുന്നവനുമായിട്ടുള്ള സ്നേഹയുടെ അടുപ്പത്തെക്കുറിച്ച് നന്ദേട്ടൻ അറിയാവുന്നത് പോലെ എനിക്കും അറിയാം. എങ്കിലും അവനുമായിട്ടൊരു ബന്ധം നമ്മുടെ മോൾക്കിനി വേണ്ട. അത് ഏട്ടൻ തന്നെ അവളെ പറഞ്ഞ് അതിൽ നിന്ന് തീർത്തണം. ഏട്ടനെ അതിന് സാധിക്കൂ. ഏട്ടൻ അതിന് അവളെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ ഏട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ അതെങ്ങനെ ശരിയാവും? അവളുടെ ജീവിതം തകർത്ത് കളയുന്ന രീതിയിലല്ലേ ഏട്ടൻ ഓരോന്നും ചെയ്യുന്നത്. ഇനിയും അവനുമായിട്ടൊരു ബന്ധം നമ്മുടെ പെങ്ങൾക്കുണ്ടായാൽ, നമ്മുടെ സ്നേഹമോൾക്കുണ്ടായാൽ പിന്നെ അവളുടെ ജീവിതം തകരാൻ വേറൊന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, ഞാൻ സ്നേഹയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇതെല്ലാം ചെയ്യാൻ തയ്യാറായത്. നീ പറയുന്നത് പോലെ സ്നേഹയെ ഇല്ലാതാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്. പക്ഷേ ഞാനും സ്നേഹയോട് സംസാരിച്ചതാണ് ധനുഷിനെ പോലുള്ള ഒരുവനുമായിട്ടുള്ള ഒരു ബന്ധം അത് ശരിയാവില്ല എന്ന്. എന്നാൽ അവൾ പറയുന്ന ന്യായവാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മറുത്തൊന്നും പറയാനാവില്ല. എത്ര വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തവനാണെങ്കിലും എപ്പോഴെങ്കിലും അവന്റെ മനസ്സിലൊരു മാറ്റത്തിന് അവൻ ആഗ്രഹിച്ചാലോ, ഒരു ജീവിതമായി കഴിയുമ്പോൾ, വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബം തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോ അവനിൽ ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സ്നേഹയ്ക്ക് കഴിയുമെന്നാണ് അവൾ പറയുന്നത്. അപ്പോ അവളുടെ വാക്കുകളെ എനിക്ക് എങ്ങനെ എതിർത്ത് നിൽക്കാൻ കഴിയും? മാത്രമല്ല, അവൾ പറയുന്നതിനോട് എതിർത്ത് അവളെ എനിക്ക് ബലമായി അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയതുപോലെ അവൾ ചെയ്താലോ? ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യത്തിൽ അവളെ സഹായിച്ചില്ല എങ്കിൽ, ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കിയില്ല എങ്കിൽ അവൾ എന്നേക്കുമായി ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. അവളുടെ ജീവിതം ഇല്ലാതാക്കാനായി അവൾ ശ്രമിക്കുമെന്ന് ഭീഷണി ഉയർത്തുമ്പോ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ പോലെ തന്നെ നിന്റെ മുന്നിലോ അല്ല സന്ദീപിന്റെ മുന്നിലോ ആണ് അവൾ ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ, അവൾക്ക് ധനുഷിനെ നേടിക്കൊടുത്തില്ല എങ്കിൽ അവൾ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ? അത് തന്നെയാണ് ഞാനും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നിനക്കും അർച്ചനയ്ക്കുമൊക്കെ എന്നോട് വിരോധവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അതിൽ എന്റെ ന്യായവാദങ്ങളോ എന്റെ ശരിതെറ്റുകൾക്കോ അല്ല ഞാൻ പ്രാധാന്യം നൽകിയത്. മറിച്ച് എന്റെ സഹോദരിയുടെ ജീവൻ, അവളുടെ ജീവന് ഒരാപത്തും ഉണ്ടാകരുത്, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് കേട്ടതും സച്ചി പറഞ്ഞു, ഏട്ടാ, ഇങ്ങനെ പ്രേമ നൈരാശ്യം ഉണ്ടാകുന്ന ആളുകൾ പലരും ഇതുപോലെയൊക്കെ ഭീഷണി ഉയർത്തും. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഏട്ടാ. എങ്കിലും യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാവല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം വെച്ച് ഒരു കളി അതിനായി മുതിരേണ്ട ആവശ്യമുണ്ടോ ഏട്ടാ? ധനുഷിനെ പോലെ ഇത്രയും വൃത്തികെട്ടവനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കൂടെ അവളുടെ ജീവിതം തകർന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ നമ്മളെ കൊണ്ടാകുമോ ഏട്ടാ? അങ്ങനെ ഒരു അവസരം അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണോ? അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണോ എന്ന് ചോദിച്ചു. നന്ദൻ പറഞ്ഞു, ഞാൻ അവളോട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ശശി. പക്ഷേ അവളുടെ മനസ്സിൽ നിന്ന് ധനുഷ് പടിയിറങ്ങി പോയിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? പിന്നെ അത് മാത്രമല്ല, ഈ കുടുംബത്ത് മറ്റാരോടും പറയാതെ ഞാൻ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നീയെങ്കിലും ആ സത്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രം നിന്നോട് മാത്രം ഞാൻ പറയുകയാണ്. ഇത് നീ മറ്റാരോടും പറയുകയും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഞാൻ റൂമിൽ ചെന്നപ്പോ നമ്മുടെ സ്നേഹമോള് എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി അവൾ തനിച്ച് റൂമിൽ വെറുതെ തനിച്ചിരിക്കുകയല്ല, റൂം അടച്ച് അവൾ അവളുടെ സങ്കടം കരഞ്ഞു തീർക്കുകയല്ല അവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നന്ദൻ കഴിഞ്ഞ രാത്രിയിൽ സ്നേഹയെ കാണാൻ ചെന്നപ്പോൾ അവൾ ലിക്കറിനടിമയായി കഴിഞ്ഞിരിക്കുന്ന വിവരം സച്ചിയോട് വേദനയോടെ നന്ദൻ അറിയിച്ചു. അത് കേട്ടതും നന്ദനാകെ ഞെട്ടിലോട് നിൽക്കുമ്പോൾ
ശശിയോട്. ശശി അങ്ങനെ നിൽക്കുന്നത് കണ്ട് നന്ദൻ പറഞ്ഞു, അതെ, അവളെ ഇനിയും അതിലും വലിയൊരു ദുരവസ്ഥയിലേക്ക് അവളുടെ ജീവിതം വഴിതെറ്റിച്ചെന്ന് വീഴുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ശരി തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാതെ തൽക്കാലം അവളുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാമെന്ന് ഞാൻ കരുതിയത്. എന്തായാലും ഇക്കാര്യം നീ ആരോടും പറയരുത്, അർച്ചനയോട് പോലും. കാരണം സ്വന്തം സഹോദരിയുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അർച്ചനയോട് പോലും നീ ഇക്കാര്യം തുറന്നു പറയരുത് എന്ന് സച്ചിയെ നന്ദൻ ഓർമ്മപ്പെടുത്തി. എന്തായാലും ഇനി വരുന്നത് പോലെ നമുക്ക് നേരിടാം. അവളുടെ ജീവനാണ് മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എന്ന് പറഞ്ഞ് നന്ദൻ സച്ചിയോട് അങ്ങനെ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് അർച്ചന സന്ധ്യ ഡോക്ടറുടെ ഫോണിലേക്ക് വിളിച്ചു. സന്ധ്യ കോൾ എടുത്തതും അർച്ചന ചോദിച്ചു, ഡോക്ടർ തിരക്കിലാണോ എന്ന് ചോദിച്ചതും, അല്ല അർച്ചന പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ അർച്ചന ചോദിച്ചു, ഇന്ന് ഡോക്ടർ നന്ദേട്ടനെ കണ്ടിരുന്നോ? അത് കേട്ടതും കണ്ടിരുന്നു എന്ന് സന്ധ്യ മറുപടി നൽകി. ഉടനെ അർച്ചന വീണ്ടും ചോദിച്ചു, നന്ദേട്ടനുമായിട്ട് ഡോക്ടർ ഇന്ന് അഡ്വക്കേറ്റിനെ കാണാൻ പോയിരുന്നോ? അപ്പോഴേക്കും സന്ധ്യ ആകെ ആശങ്കയിലായി. ദൈവമേ, എല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന ആശങ്കയോടെ സന്ധ്യ പറഞ്ഞു, പോയിരുന്നു. നന്ദന് കൂട്ടുപോയതാ ഞാൻ. പക്ഷേ എന്താ കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ അർച്ചന ചോദിച്ചു, ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി വക്കീലിനെ കാണാനല്ലേ പോയത് എന്ന് അർച്ചന അന്വേഷിച്ചതും സന്ധ്യ പറഞ്ഞു, അത് എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. സത്യത്തിൽ നന്ദനും അഡ്വക്കേറ്റും തമ്മിലാണ് സംസാരിച്ചത്. ഞാൻ ആ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നത് കേൾക്കാൻ പോയിരുന്നില്ല. എനിക്കൊരു കോള് വന്നിരുന്നു എന്ന് അർച്ചനയോട് സന്ധ്യ കളവ് പറയുന്നു. അതിനുശേഷം ഇനിയും സംസാരിച്ചു കൊണ്ടിരുന്നാൽ അർച്ചന വീണ്ടും തന്നെ ചോദ്യം ചെയ്ത് സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നേക്കുമെന്ന ആശങ്ക സന്ധ്യയുടെ മനസ്സിനെ അലട്ടി. ഉടൻ തന്നെ സന്ധ്യ അർച്ചനയോട് കളവ് പറഞ്ഞു, അർച്ചന, എനിക്ക് ഒരു പേഷ്യന്റ് ഉണ്ട്, ഞാൻ ഹോസ്പിറ്റലിലാണ്, എന്നാ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് വേഗം സന്ധ്യ കോള് കട്ട് ചെയ്തു. അർച്ചനയ്ക്ക് അപ്പോഴേക്കും സന്ധ്യ ഡോക്ടറെ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് എന്നൊരു സംശയം അർച്ചനയുടെ മനസ്സിലേക്കും എത്തുന്നു. അതിനുശേഷം എല്ലാവരും സുഖമായി കിടന്ന് ഉറങ്ങുന്ന നേരത്ത് ആതിരയുടെ കുഞ്ഞ് വല്ലാതെ കരയാൻ തുടങ്ങി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഉറക്കത്തിലായിരുന്ന ആതിര വേഗം എഴുന്നേറ്റ് കുഞ്ഞിനെ വന്ന് കയ്യിലെടുത്തു. മോളെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അർച്ചന വേഗം എഴുന്നേറ്റ് കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാനായി സന്ദീപിന്റെ റൂമിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത് കണ്ട് വേഗം ഉറക്കത്തിലായിരുന്ന സച്ചി ചാടി എഴുന്നേറ്റു. അർച്ചന, താൻ ഇതെവിടെ പോകുന്നു എന്ന് ചോദിച്ചതും സച്ചിയുടെ കുഞ്ഞു കരയുന്നു, എന്താ പറ്റിയെന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതും ഉടനെ സച്ചി പറഞ്ഞു, വേണ്ട, താനിപ്പോ അങ്ങോട്ട് പോകണ്ട, അത് ആതിര അവിടെയുണ്ട്, ആതിരയാണ് കുഞ്ഞിന്റെ അമ്മ, അതുകൊണ്ട് കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ അത് അവൾ കൈകാര്യം ചെയ്തോളും, താനിപ്പോ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞതും അച്ഛന് വിഷമത്തോടെ സച്ചിയെ നോക്കി. സച്ചിയേട്ടാ, ഞാൻ എന്ന് പറഞ്ഞതും, എടോ, താൻ അങ്ങോട്ട് ചെല്ലുന്നത് അത് ആതിരയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, താൻ കുഞ്ഞിനെ എടുക്കുന്നതാണ് ആതിരയ്ക്ക് ഏറ്റവും വലിയ ദേഷ്യം. അതുകൊണ്ട് താൻ ഇപ്പോ കുഞ്ഞ് കരയുന്നത് കേട്ട് അങ്ങോട്ട് ഓടി പോകാതിരിക്കുന്നതാണ് നല്ലത്. ആതിര കുഞ്ഞിന്റെ അമ്മയല്ലേ, അവൾക്ക് കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ കഴിയും, അതിന് അവൾക്ക് കഴിയണം, അതുകൊണ്ട് അവള് കൂടി അതൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചനയെ സച്ചി തടയുന്നു. അപ്പോഴേക്കും സന്ദീപ് ഉറക്കം ഉണർന്നു. സന്ദീപിനോട് ആതിര പറഞ്ഞു, സന്ദീപെ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, എനിക്ക് കണ്ടിട്ട് പേടിയാകുന്നു, നമുക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകാം. അത് കേട്ടതും പെട്ടെന്ന് സന്ദീപ് ആലോചിച്ചു, ദൈവമേ, ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് നിർത്താതെ കരയുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് മരുന്ന് കൊടുക്കണമെന്നുള്ളതാണല്ലോ. ഇനിയിപ്പോ അർച്ചനയുടെ അടുത്തേക്ക് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകാമെന്ന് ആലോചിച്ച് സന്ദീപ് പറഞ്ഞു, ആണല്ലേ, കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ട്, എന്നാ ഞാൻ അർച്ചനടുത്ത് വിളിക്കാം എന്ന് പറഞ്ഞ് സന്ദീപ് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയതും ആതിര സന്ദീപിനോട് ദേഷ്യപ്പെട്ടു. എന്തിനാ അവരെ വിളിക്കുന്നത്? കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ അവർ ഡോക്ടറൊന്നും അല്ലല്ലോ. സന്ദീപ് വേഗം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയാവുക. കുഞ്ഞ് കരയുന്നത് മറ്റെന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടായിരിക്കും, അല്ലാതെ അവരെ കാണിച്ചാലൊന്നും കുഞ്ഞ് കരച്ചിൽ നിർത്തില്ല. ഇനിയിപ്പോ കുഞ്ഞ് എത്ര കരഞ്ഞാലും ശരി, അവരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാനും ഞാൻ പോകുന്നില്ല എന്ന് ആതിര ദേഷ്യത്തോടെ പറയുമ്പോൾ സന്ദീപ് ആകെ ടെൻഷനിലായി. അപ്പോഴേക്കും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് വീണ്ടും അർച്ചന മനസ്സാകെ ടെൻഷനിലായി. അർച്ചനയോട് സച്ചി പോകണ്ടെന്ന് പറഞ്ഞത് കേട്ട് അർച്ചന പറഞ്ഞു, സച്ചിയേട്ടനോട് ഞാനത് മറച്ചു വെക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷെ സന്ദീപ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സച്ചിയേട്ടനോട് പോലും ഇക്കാര്യം പറയാതിരുന്നത്. സച്ചിയേട്ടാ, നമ്മുടെ കുഞ്ഞ് കരയുന്നതിന്റെ കാരണം മറ്റൊന്നുകൂടിയാണ്. കുഞ്ഞിങ്ങനെ വല്ലാതെ കരയുന്നത് കേൾക്കുമ്പോൾ എന്റെ മനസ്സ് പെടയുന്നതും അതുകൊണ്ട് മാത്രമാണ്. സച്ചിയേട്ടനും മറ്റെല്ലാരും കരുതുന്നത് പോലെ കുഞ്ഞ് വെറുതെ കരയുന്നതല്ല. അവൾക്ക് ഉണ്ടാകുന്ന ഈ ബ്രീത്തിങ് പ്രോബ്ലം അത് വെറുതെയുമല്ല. നമ്മുടെ കുഞ്ഞ് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് സച്ചിയേട്ടാ. കുഞ്ഞിന്റെ ഹാർട്ടിന്റെ വാൽവിൽ ഒരു ഹോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതും സച്ചി ആകെ ഞെട്ടലോടെ ഇരിക്കുമ്പോ
അർച്ചന പറഞ്ഞു, സച്ചിയേട്ടൻ ഇപ്പോ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഇതുപോലെ തന്നെയായിരുന്നു എന്റെയും സന്ദീപിന്റെയും അവസ്ഥ. കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ ചെന്ന ദിവസം അന്ന് കുഞ്ഞിന് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ചു. ചില പരിശോധനകൾക്ക് ശേഷമാണ് ആ സത്യം അറിഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് സച്ചിയേട്ടാ, കുഞ്ഞിന്റെ ഇങ്ങനെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ്. അത് കേട്ടതും സച്ചി പറഞ്ഞു, എടോ എന്നിട്ട് ഇക്കാര്യം എന്താ ആതിരെ അറിയിക്കാതിരുന്നത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ തൽക്കാലം ആതിരയ്ക്ക് ഈ പ്രസവത്തോടു കൂടി ചില മാനസിക പ്രശ്നങ്ങൾ ആതിരയ്ക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അവൾ എന്നോട് അങ്ങനെയെല്ലാം പെരുമാറുന്നത് തന്നെ. ആ നിലയ്ക്ക് കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കൂടി അറിയിച്ചാൽ അത് ആതിരയെ ഒരു മുഴുഭ്രാന്തിലേക്ക് തന്നെ ആതിരയുടെ മനസ്സിനെ മാറ്റിയേക്കുമോ എന്ന ആശങ്ക സന്ദീപിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് സന്ദീപ് ഇക്കാര്യം ആതിരെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞത്. എല്ലാവരിൽ നിന്നും ഈ സത്യം മറച്ചു വെച്ചിരിക്കുന്നതും ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഇനി എല്ലാവരിലെയും കൂടി പകരണ്ടല്ലോ എന്ന് കരുതിയാണ്. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, പക്ഷേ ആതിര കുഞ്ഞിന്റെ അമ്മയല്ലേ അർച്ചന, ആതിര ഇക്കാര്യം അറിയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, എന്തിനാ സച്ചിയേട്ടാ വെറുതെ അവളുടെ മനസ്സുകൂടി വേദനിപ്പിക്കുന്നത് എന്ന് അർച്ചന ചോദിച്ചതും ശശി ചോദിച്ചു, ഇനിയിപ്പോ അതിന് എന്തെങ്കിലും മെഡിസിൻ ഇല്ലേ കുഞ്ഞിന് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, കുഞ്ഞിങ്ങനെ നിർത്താതെ കരയുമ്പോൾ കൊടുക്കാനുള്ള മെഡിസിൻ ഉണ്ട്. എല്ലാ ദിവസവും കുഞ്ഞിന് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ആ മെഡിസിൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനത് കുഞ്ഞിന് കൊടുക്കുന്നത് മരുന്ന് കൊടുക്കാൻ നേരമാകുമ്പോൾ സന്ദീപ് ആന്റിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ ഞാൻ കുഞ്ഞിന് മരുന്ന് കൊടുക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സച്ചിയേട്ടൻ ഇക്കാര്യം അറിഞ്ഞതായിട്ട് ഭാവിക്കുകയോ ആരോടും പറയാനോ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. എല്ലാം കേട്ടതും ശശി അങ്ങനെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, കുഞ്ഞിന് 1 വർഷത്തിന് ശേഷം മാത്രമേ സർജറി നടത്താൻ കഴിയുള്ളൂ. കുഞ്ഞിന് 1 വയസ്സാകണം ഈ സർജറിയിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ. അപ്പോ 1 വർഷത്തേക്ക് കുഞ്ഞിന്റെ ഈ ബ്രീത്തിങ് പ്രോബ്ലം അത് വല്ലാത്ത പ്രശ്നമായി തന്നെ തുടരും. അത്രയും നാൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്ന് അർച്ചന സച്ചിയെ അറിയിച്ചു. ഈ സമയത്ത് കുഞ്ഞ് കരച്ചിൽ നിർത്താറായതോടെ സന്ദീപും ആതിരയും കൂടി കുഞ്ഞുമായി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങണം. കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് വന്നത് സേതുമാധവൻ ചോദിച്ചു, എന്ത് പറ്റി കുഞ്ഞിന് എന്ന് അന്വേഷിച്ചപ്പോ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അച്ഛാ എന്ന് ആതിര പറഞ്ഞു. ഉടനെ സേതുമാധവനോട് സന്ധ്യ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ എന്താ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നോർത്ത് ഇറങ്ങിയതാ എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, അത് ശരി, നല്ല കാര്യം തന്നെ. എന്നാ നിങ്ങൾ അർച്ചനയെ കൂടി വിളിക്കേ, ആതിരയ്ക്ക് സഹായമാവുമല്ലോ എന്ന് പറഞ്ഞതും ആതിര പറഞ്ഞു, എന്തിനാ അവരെ വിളിക്കുന്നത്? ചേച്ചി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെനിക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. വാ സന്ദീപേ എന്ന് പറഞ്ഞ് ആതിര വിളിച്ചു. സന്ദീപിനെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോ സേതുമാധവൻ പറഞ്ഞു, മോളെ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. കുഞ്ഞിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നീ വെറുതെ വിദ്വേഷം ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കാതെ അർച്ചനയെ കൂടി വിളിക്ക് എന്ന് പറഞ്ഞതും ഉടനെ ആതിര പറഞ്ഞു, വേണ്ടച്ചാ, എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സന്ദീപേ നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് പോകാൻ തുടങ്ങുമ്പോ അർച്ചനയും ശശിയും കൂടി താഴേക്ക് ഓടിയെത്തി. എന്താ പറ്റിയത് എന്ന് വന്ന് ചോദിച്ച് അർച്ചന കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആതിര കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇല്ല, ഞാൻ തരില്ല കുഞ്ഞിനെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആതിര അവിടെ നിന്ന് മാറി. ഈ സമയത്ത് ഉടനെ സേതുമാധവൻ പറഞ്ഞു, എന്നാ ഇനി സമയം കളയണ്ട, വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക്. അങ്ങനെ സന്ദീപും ആതിരയും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, അതെ നിങ്ങൾ തനിച്ചു പോണ്ട, ഞാനും വരാം എന്ന് പറഞ്ഞ് സേതുമാധവനും അവരോടൊപ്പം പോകുന്നു. അർച്ചനയോട് സച്ചി പറഞ്ഞു, എടോ താനൊന്നും കണ്ട ആശങ്കപ്പെടണ്ട, അവളുടെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അതല്ല സച്ചിയേട്ടാ, കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ടാ എനിക്ക് വിഷമം എന്ന് പറഞ്ഞു. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഡോക്ടർ പരിശോധിച്ചിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് വേറെ അസ്വസ്ഥതകളൊന്നും തന്നെയില്ല. എന്തായാലും ചില കുട്ടികൾ കരയുന്നത് ചിലപ്പോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയാറുണ്ട്. അത് അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിട്ട് ആണെന്നും അവർക്ക് അസുഖം ഉണ്ടായിട്ടാണെന്നും ആരും കരുതേണ്ടതില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഉടനെ അർച്ചന ആതിര ചോദിച്ചു, അല്ല ഡോക്ടർ, കുഞ്ഞി കരച്ചിൽ നിർത്തുന്നില്ല, വല്ല മരുന്നോ ഇഞ്ചക്ഷനോ കൊടുത്ത് കരച്ചിൽ നിർത്താൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോ സന്ദീപ് ദേഷ്യത്തോടെ ആതിരെ വിളിച്ചു. ആതിരെ, നീ എന്താ ഈ ചോദിക്കുന്നത് എന്ന് പറഞ്ഞതും ഡോക്ടർ പറഞ്ഞു, അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കരച്ചിൽ പെട്ടെന്ന് ഇങ്ങനെ നിർത്താൻ ഇഞ്ചക്ഷൻ എടുക്കാനോ മരുന്ന് കൊടുക്കാനോ ഒന്നും കഴിയില്ല. അതൊന്നും പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. എന്തായാലും കുഞ്ഞിന്റെ ഈ കരച്ചിൽ എങ്ങനെയെങ്കിലും മാറ്റണം. അതിന് കുഞ്ഞുങ്ങള് കരച്ചിൽ നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതും ഉടനെ സേതുമാധവൻ പറഞ്ഞു, സത്യത്തിൽ കുഞ്ഞിനെ എന്റെ മൂത്ത മരുമകൾ എടുക്കുന്നത്, എന്റെ 2ാമത്തെ മരുമകൾ എടുക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്റെ 2ാമത്തെ മരുമകൾ എടുത്താൽ ആ നിമിഷം കുഞ്ഞ് കരച്ചിൽ നിർത്തും. അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, എന്നാ ശരി, അവരെ വിളിക്ക്, അതല്ലേ നല്ല കാര്യം. അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവർ വന്ന് കുഞ്ഞിനെ എടുത്തു കഴിയുമ്പോ കുഞ്ഞ് കരച്ചിൽ നിർത്തിക്കോളും. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാ നിങ്ങൾ അവരെ വിളിച്ചോളൂ, അതാ നല്ലത്. എന്താ നിങ്ങൾ വിളിച്ചാ വരുന്ന അത്രയും ദൂരത്തല്ലേ അവരിവിടെ എങ്ങും ഇല്ലേ എന്ന് ചോദിച്ചപ്പോ സന്ദീപ് വേഗം സേതുമാധവനെ നോക്കി. അച്ഛൻ എടുത്തി വിളിക്ക്, ഉടൻ തന്നെ അച്ഛനെടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറഞ്ഞു. സേതുമാധവനാകെ ടെൻഷനോടെ സന്ദീപിനെ നോക്കിയതും സന്ദീപ് പറഞ്ഞു, അച്ഛനോട് ഞാനല്ലേ പറയുന്നത്, അച്ഛൻ വിളിച്ചു.
ഇവിടെ ആരുടെയും പ്രശ്നം കാര്യമാക്കേണ്ടതില്ല. എനിക്ക് വലുത് എന്റെ കുഞ്ഞാണ് എന്ന് സേതുമാധവനോട് സന്ദീപ് പറഞ്ഞതും, എന്റെ ഫോൺ കാറിലായി പോയി അച്ഛാ, അതുകൊണ്ടാണ് അച്ഛനോട് ഞാൻ വിളിക്കാൻ പറഞ്ഞതെന്ന് സന്ദീപ് അറിയിച്ചു. അത് കേട്ടതും സന്ദീപിന്റെ വാക്കുകൾ കേട്ട് സേതുമാധവൻ ശരിയെന്ന് പറഞ്ഞ് വേഗം തന്റെ ഫോൺ എടുത്ത് സന്ദീപ് സച്ചിയെ വിളിക്കുന്നു. ഈ സമയത്ത് സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അരികിൽ തന്നെ നിൽക്കുമ്പോൾ, എന്തായാലും കുഴപ്പമൊന്നുമില്ല, അവര് ഡോക്ടർ അരികിലേക്കല്ലേ പോയത് കുഞ്ഞിനെ കൊണ്ട്, കുഞ്ഞ് കരച്ചിൽ നിർത്തിക്കോളും, താനിങ്ങനെ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തുമ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് സേതുമാധവൻ വിളിച്ചത്. കോള് വന്നത് കണ്ട് വേഗം സച്ചി കോൾ അറ്റൻഡ് ചെയ്തു. അച്ഛാ, എന്താ അച്ഛാ വിളിച്ചതെന്ന് ചോദിച്ചതും ഉടനെ സേതുമാധവൻ പറഞ്ഞു, സച്ചി, ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തി, കുഞ്ഞിന് വേറെ പ്രശ്നമൊന്നുമില്ല, കുഞ്ഞ് പക്ഷെ കരച്ചിൽ നിർത്തുന്നില്ല. ഒരു കാര്യം ചെയ്യും, എത്രയും വേഗം അർച്ചനയും കൂടി ഹോസ്പിറ്റലിലേക്ക് വാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതും സച്ചി പറഞ്ഞു, ശരിയച്ചാ, ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞതും അർച്ചന ആശങ്കയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താ സച്ചിയേട്ടാ, എന്താ അച്ഛൻ പറഞ്ഞത്? ഉടനെ സച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് തന്നെയും കൂടി വേഗം ഹോസ്പിറ്റലിൽ എത്താനാ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലെന്ന് ഡോക്ടർ തന്നെയാ പറഞ്ഞത് എന്ന് പറഞ്ഞതും, ശരി സച്ചിയേട്ടാ, ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് അർച്ചനയും സച്ചിയും അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് ഡോക്ടർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഡോക്ടർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി. ആ സമയം തന്നാലാകും വിധത്തിൽ ആതിര കുഞ്ഞിനെ സമാധാനപ്പെടുത്താനും കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാനും ശ്രമിക്കുന്നു. പക്ഷെ ആതിര എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്താതായതോടെ വീണ്ടും ആകെ ടെൻഷനിലായി. ആ സമയത്ത് അർച്ചനയും സച്ചിയും കൂടി അവിടേക്ക് എത്തി. ഉടനെ അർച്ചന അകത്തേക്ക് കയറി വന്നതും, എന്താ അച്ഛാ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഉടനെ സേതുമാധവൻ പറഞ്ഞു, ഹേയ്, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കരച്ചിൽ നിർത്തുന്നില്ല എന്ന് മാത്രം എന്ന് പറഞ്ഞപ്പോ സന്ദീപ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എടുത്തി കുഞ്ഞിനെ എടുക്ക്, എന്റെ കുഞ്ഞ് കരച്ചിലൊന്ന് നിർത്തട്ടെ. അത് കേട്ടതും അർച്ചന ആകെ ടെൻഷനോടെ നോക്കുമ്പോ സന്ദീപ് പറഞ്ഞു, എടുത്തി മറ്റൊന്നും കാര്യമാക്കണ്ട, എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ അത് നിർത്തണം, അത്രേ എനിക്ക് ആവശ്യമുള്ളൂ, എടുത്തി കുഞ്ഞിനെ എടുത്തോ എന്ന് പറഞ്ഞ് സന്ദീപ് കുഞ്ഞിനെ എടുക്കാനായി നിർബന്ധിച്ചു. അർച്ചന ഓടിച്ചെന്ന് ആതിരയുടെ കയ്യിൽ നിന്ന് അർച്ചന കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു. കുഞ്ഞ് ആശയുടെ കയ്യിലേക്ക് എത്തിയെന്നറിയുന്ന ആ നിമിഷത്തിൽ കുഞ്ഞ് പതിയെ കരച്ചിൽ നിർത്തി തുടങ്ങി. ഈ സമയം അവിടേക്ക് ഡോക്ടറും എത്തി. എന്തായി, പറഞ്ഞ ആൾ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് വന്നു. ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു, വന്നു ഡോക്ടർ, കുഞ്ഞിനെ അർച്ചന എടുത്തതേ ഉള്ളൂ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞതും ഉടനെ ഡോക്ടർ പറഞ്ഞു, അതെന്തായാലും നന്നായി, കുഞ്ഞ് കരച്ചിൽ നിർത്തിയല്ലോ, നിങ്ങൾക്ക് ആശ്വാസമായല്ലോ എന്ന് പറഞ്ഞപ്പോ ആതിര വേഗം ഡോക്ടർ അരികിലേക്ക് എത്തി. ഡോക്ടർ, അതെന്താ അങ്ങനെ, ഞാനല്ലേ കുഞ്ഞിന്റെ അമ്മ, ഞാനല്ലേ അവളെ പ്രസവിച്ചത്, എന്നിട്ടും എന്റെ കയ്യിലിരിക്കുമ്പോ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, കുഞ്ഞ് അവരുടെ കയ്യിൽ ആകുമ്പോ ഒരു കുഴപ്പവുമില്ല, അതെന്താ ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് അവരെ ആശ്രയിക്കാൻ കഴിയുമോ ഡോക്ടർ, ഇതെന്താ ഡോക്ടർ ഇങ്ങനെ എന്ന് ചോദിച്ച് ആതിര ബഹളം വെക്കുന്നു. അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, ചില കുട്ടികൾ അങ്ങനെയാണ്, കാരണം അവർക്ക് ചിലരുടെ സാന്നിധ്യം, ചിലരുടെ ഗന്ധം, ചിലരുടെ ശബ്ദം, ചിലരുടെ സാന്നിധ്യം, ചിലരുടെ ചൂട്, അതൊക്കെ ചില കുട്ടികളിൽ വല്ലാത്ത സംരക്ഷണത്വവും സുരക്ഷിതത്വവും അവർക്ക് നൽകുന്നതായിട്ട് തോന്നും. അതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളും ചില ആളുകൾ അവര് കയ്യിലെടുക്കുമ്പോൾ കരച്ചിൽ നിർത്തുന്നത്. അതുകൊണ്ട് മറ്റൊന്നും ആലോചിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. അത് ചില കുട്ടികളുടെ സ്വഭാവവും അവരുടെ ആ ജീവിത സാഹചര്യം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവരോടുള്ള ചില ആളുകളോടുള്ള അടുപ്പവും അത്രത്തോളം ഉള്ളത് കൊണ്ടാണ്. അതോർത്ത് നിങ്ങൾ ആശങ്കപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആതിരയോട് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു.